ഞാനിന്ന് ഫോർട്ട് കൊച്ചിയിലേക്കാണ് ഇന്ന് യാത്ര തീരുമാനിച്ചത്. അപ്പോൾ വേണ്ടടാ ഒരാൾ എവിടേക്കാണ് പോകുന്നത് എന്ന മട്ടിൽ ഇതേ നോക്കിക്കൊണ്ടിരിക്കുക. കണ്ടാ വയറ് നിറഞ്ഞിരിക്കുന്നത് പ്രഗ്നൻ്റ് ആണ്. വണ്ടിയിൽ പെട്രോൾ ഇല്ലായിരുന്നു, പെട്രോൾ അടിച്ചു. പച്ചാളം വഴിയാണ് ഞാൻ പോകുന്നത്. എന്നിട്ട് വൈപ്പിൽ നിന്ന് നമുക്ക് ജങ്കാർ വഴി പോകാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. കാരണം ടെങ്കിപ്പിൽ ഭയങ്കര ട്രാഫിക് ബ്ലോക്ക് ഒക്കെ ആയിരിക്കും, കാരണം ക്രിസ്മസ് ഒക്കെ അല്ലേ. സോ തിരിച്ച് വന്നു കഴിഞ്ഞാൽ ഹോസ്റ്റലിൽ കയറാൻ ബുദ്ധിമുട്ടായിരിക്കും. സോ ഞാൻ കരുതി ജങ്കാറിൽ പോകാമെന്ന്. ഇത് ജിതയാണ്, ജിതയുടെ ഭാഗം വഴിയാണ് ഞാൻ പോകുന്നത്. സോ ഞാൻ ജങ്കാറിൽ രണ്ടാമത്തെ തവണയാണ് പോകുന്നത്. അപ്പോൾ മുമ്പ് ഒരു 2 years ബിഫോറായിട്ട് എൻ്റെ കസിൻ ഇവിടെ ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ അവളുടെ കൂടെ ജങ്കാറിൽ യാത്ര ചെയ്തിട്ടുണ്ട്. സോ ഞാൻ ചിന്തിച്ചു ജങ്കാറാണ് എന്തുകൊണ്ടും ബെറ്റർ. 10 രൂപയുടെ കാര്യമുള്ളൂ, നമുക്ക് 2 വീലർ കൊണ്ടുപോകാൻ പറ്റും. ഞാൻ ഏകദേശം 12 വർഷത്തോളം എറണാകുളം സിറ്റിയിൽ താമസിക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം ഈ കിഡ്സ് പാർക്കിൽ ഒത്തിരി മെമ്മറി ഉണ്ട് എനിക്ക് പറയാനും ഓർത്തെടുക്കാനും. എൻ്റെ കസിൻസ് വന്ന സമയത്താണെങ്കിലും എൻ്റെ ഫ്രണ്ട്സ് ആണെങ്കിലും ഞാൻ ആദ്യമായിട്ട് ഇവിടെ ഹോസ്പിറ്റൽ വർക്ക് ചെയ്യാൻ പോകുമ്പോൾ ഇവിടെയായിരുന്നു ഏറ്റവും കൂടുതൽ ഞാൻ സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒത്തിരി മെമ്മറബിൾ ആയിട്ടുള്ള സ്ഥലമാണ് കിഡ്സ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഈവനിങ്ങോ പകലോ എപ്പോഴും നിങ്ങൾക്ക് ഇവിടെ വരാൻ വളരെ നല്ലൊരു സ്ഥലമാണ്, നല്ല അറ്റ്മോസ്ഫിയറാണ്. ഒരു സൈഡ് ഫ്ലാറ്റുകളും മറു സൈഡ് കായൽ ഭാഗമാണ്, നമുക്കുള്ള റിവർ ഏരിയയാണ്. ഞാൻ നോക്കുമ്പോൾ കുറേ മാനുകൾ നിൽക്കുന്നത് ഞാൻ വിചാരിച്ച ഒറിജിനലായിരിക്കും. ശരിക്കും ഞാൻ പേടിച്ച് പോയിട്ട് എനിക്ക് അതിശയമായി. പക്ഷേ ഇത് അവരുണ്ടാക്കിയതാണ്, വളരെ മനോഹരമായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. ദൂരെ നിന്ന് നോക്കിയാലും അടുത്ത് നിന്ന് നോക്കിയാലും ഒറിജിനൽ മാൻകുട്ടികൾ തന്നെ സൂപ്പറായിട്ടുണ്ട് കേട്ടോ. എത്രയാണെന്നൊന്നും എനിക്കറിയില്ല, അതൊന്നും ചോദിക്കാൻ പറ്റില്ല, കാരണം അവിടെ ആളില്ലായിരുന്നു. അങ്ങനെ പച്ചാളം കഴിഞ്ഞ് ഞാൻ വൈപ്പിനിൽ എത്തിക്കഴിഞ്ഞു. വൈപ്പിനിൽ ഇതാണ് ജങ്കാർ കയറുന്നതിന് മുമ്പുള്ള സ്ഥലം എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ ടിക്കറ്റ് എടുക്കണം. ടിക്കറ്റ് 10 രൂപയാണ്. നല്ല തിരക്കായിരുന്നു ടിക്കറ്റ് എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് ആദ്യത്തെ ജങ്കാർ കിട്ടിയില്ല. സെക്കൻഡ് ഞാനൊരു 10-15 മിനിറ്റോളം വെയിറ്റ് ചെയ്തപ്പോഴാണ് അടുത്ത ജങ്കാർ കിട്ടിയത്. നിങ്ങൾ ഒരിക്കലെങ്കിലും ജങ്കാറിൽ യാത്ര ചെയ്യണം, നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ജങ്കാറിൽ. ഞാൻ തിരിച്ച് ജങ്കാറിൽ തന്നെ വരാനാണ്. ശരിക്കും ഞാനിന്ന് ഫോർട്ട് കൊച്ചിയിൽ പോകാനുള്ള റീസൺ എന്താണെന്ന് പറഞ്ഞാൽ പെറ്റ്സിൻ്റെ കരോൾ നടക്കുന്നുണ്ടെന്ന് കേട്ടായിരുന്നു. സോ ഞാൻ അതൊന്ന് കാണാൻ വേണ്ടിയിട്ടാണ് ഇറങ്ങുന്നത്. അവിടെ സാന്താക്രോസ് എന്ന് പറയുന്ന ഒരു ഗ്രൗണ്ടിൽ വെച്ചാണ് നടക്കുന്നത്. പക്ഷേ ഞാൻ ആ ഒരു സ്ഥലം കണ്ടുപിടിക്കുന്നുള്ള കാര്യമൊന്നും എനിക്കറിയത്തില്ല, കാരണം അവിടെ ഒത്തിരി സ്ട്രീറ്റ്സുകളുള്ളത് കാരണം അത് എവിടെയാണ് എന്താണെന്നുള്ളൊരു വ്യക്തമായ ധാരണയൊന്നും എനിക്കില്ല. എങ്കിലും പോയി നോക്കാമെന്നുള്ള രീതിയിലാണ് ഞാനിരിക്കുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫോർട്ട് കൊച്ചി എന്ന് പറയുന്നത് ജൂതന്മാരുടെ സ്ഥലമാണ്. അവരാണ് ഇവിടെ ശരിക്കും പറഞ്ഞാൽ സ്റ്റേ ചെയ്തിരുന്നത്. ആകെ ഒരാൾ മാത്രമേ ജൂതന്മാരുടെ ഫാമിലി ഉണ്ടായിരുന്നുള്ളൂ. അവരിപ്പം ഇവിടെ നിന്ന് പോയെന്നാണ് കേട്ടത്. ഞാനിപ്പോൾ അവിടെ എത്തിക്കഴിഞ്ഞു. ഏകദേശം ഈ ടൈമായപ്പോൾ ഞാൻ ഇവിടെ എത്തി. പറഞ്ഞ സാന്താക്രോസ് ഗ്രൗണ്ട് ഞാൻ അന്വേഷിച്ച് തളർന്നു പോയി. എനിക്കത് കണ്ടെത്താൻ പറ്റിയില്ല. എനിക്ക് തോന്നുന്നു അവിടെ ചെന്നപ്പം ആ പള്ളിയിൽ ഞാൻ അവിടെ എത്തി, പക്ഷേ അവിടെ ഒരു പെറ്റ്സിനെ ഞാൻ കണ്ടില്ല. സോ ഞാനിവിടെ ഇനി തെണ്ടിത്തിരിയാന്ന് തീരുമാനിച്ചു. കുറച്ചൊക്കെ ലില്ലി സ്ട്രീറ്റിലും ഡച്ച് സ്ട്രീറ്റിലൊക്കെ കറങ്ങി ഇങ്ങനെ ലൈറ്റും വെട്ടവും കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഒരുപാട് പള്ളികളിൽ കരോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ക്രിസ്മസിൻ്റെ ടൈമായതുകൊണ്ട് ഫുൾ സ്ട്രീറ്റ് നോക്കിക്കഴിഞ്ഞാൽ വെളിച്ചവും വെട്ടവും ഭയങ്കര ബഹളവും രസമാണ്. നമുക്കവിടെ എൻ്റർടൈൻമെൻ്റ് ആയിട്ട് പോകാം. ഒരു ദിവസം കൊണ്ടൊന്ന് കണ്ടു തീർക്കാൻ പറ്റുന്ന ഒരു സ്ഥലമല്ല ശരിക്കും പറഞ്ഞാൽ ഫോർട്ട് കൊച്ചി എന്ന് പറയുന്നത്. ഞാൻ ജസ്റ്റ് ഒരു ചെറിയൊരു പോർഷൻ മാത്രമേ വന്നിട്ടുള്ളൂ. അതായത് 2 സ്ട്രീറ്റിൽ മാത്രമാണ് ഞാൻ ഈ കാണുന്നതൊക്കെ കാണിക്കുന്നത്. പക്ഷേ ഇവിടെ ഒത്തിരി സ്ട്രീറ്റുകളുണ്ട്, ബീച്ച് ഏരിയ ഉണ്ട്, കുട്ടികളുടെ കളിക്കാൻ പറ്റുന്ന ഗ്രൗണ്ടുകളുണ്ട്, ഒത്തിരി സ്ഥലങ്ങളുണ്ട്. അതൊക്കെ വേറൊരു ദിവസം തന്നെ നമുക്ക് കവർ ചെയ്യേണ്ടി വരും, കാരണം ഒരു ദിവസം തന്നെ വേണ്ടി വരും ഇവിടെ മൊത്തം കാണാൻ വേണ്ടിയിട്ട്. എന്തായാലും ഒറ്റയ്ക്ക് ആയതുകൊണ്ട് ഞാൻ അധിക സ്ഥലങ്ങളൊന്നും പോകുന്നില്ല. പക്ഷേ ബുദ്ധിമുട്ടായിരുന്നു, കാരണം ഈ സമയം കൂടെ ആയതുകൊണ്ട്. ഇവിടുത്തെ പള്ളിയിൽ കരോൾ പരിപാടി നടക്കുന്നു, അതിൻ്റെ സ്ട്രീറ്റ് വെളിച്ചമാണ് ഈ കാണുന്നത്. വളരെ ഇഷ്ടപ്പെട്ടു എനിക്ക് ഇന്നത്തെ ദിവസം, ഭയങ്കര മനോഹരമായിരുന്നു. എനിക്കിങ്ങനെ വെട്ടം വെളിച്ചത്തിലൊക്കെ ടൈം സ്പെൻഡ് ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ്. കുട്ടികളുടെ കുറേ പാവകൾ ഇറങ്ങിയിട്ടുണ്ട്. എൻ്റെ പൂച്ചക്കുട്ടീനെ കണ്ടോ, ആവും. അപ്പോൾ ഞാനിതൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ച് പോകാനുള്ള പ്ലാനിലാണ്. അധിക സമയം സ്പെൻഡ് ചെയ്തില്ല, ആകെ 1/2 മണിക്കൂർ മാത്രമേ ഞാനിവിടെ സ്പെൻഡ് ചെയ്തുള്ളൂ. തിരിച്ച് ജങ്കാറിൽ തന്നെ പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. എന്നാലേ നമുക്ക് വേഗത്തിൽ റൂമിലെത്താൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ 2 വീലറിൽ വന്നു കഴിഞ്ഞാൽ ഭയങ്കര ബ്ലോക്കായിരിക്കും. കിട്ടിയ ഗ്യാപ്പിൽ 2 സെൽഫി എടുത്തു. ഫോട്ടോ എടുത്ത് തരാനായിട്ട് അന്നേരം ഇവിടെ ആരും ഉണ്ടായിരുന്നില്ല. സോ സെൽഫിയിൽ ഞാൻ ഒതുക്കി. എങ്ങനെയുണ്ട്? അപ്പോൾ ഞാൻ തിരിച്ച് ജങ്കാറിലെത്തി. തിരിച്ച് ജങ്കാറിൽ പോകാനുള്ള തിരക്കിലാണ്, ടിക്കറ്റ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ തിരിച്ച് പോകാൻ നേരത്തെ ലേഡീസിൻ്റെ ഒരു ഭാഗം ഉണ്ടായിരുന്നു, ടിക്കറ്റ് എടുത്തു. അതുകൊണ്ട് നേരത്തെക്കാട്ടി തിരക്ക് കുറയുന്നുണ്ടെന്ന് തോന്നുന്നു. ഓരോരുത്തർ ഇറങ്ങുവാണ്. വന്ന ജങ്കാർ തിരിച്ച് ആൾക്കാർ പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ഇവിടെ നമുക്ക് തിരിച്ച് കയറാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞാൻ വൈപ്പിൽ നിന്ന് ഇറങ്ങി പച്ചാളം എത്തിയപ്പോൾ നമ്മുടെ ക്യൂൻസ് വരാൻ ഇതുപോലെ ഈവനിങ് ആകുമ്പോഴത്തേക്ക് കാണിമേള നടക്കാറുണ്ട്. കുറച്ച് നേരം കാണിമേള കേൾക്കാമെന്ന് വിചാരിച്ചു. ഇത് തൊട്ട് മുമ്പ് നമ്മുടെ പാട്ടുണ്ട്, അത് ഞാൻ വീഡിയോ ആയിട്ട് ഇടാം. അത് കഴിഞ്ഞിട്ടുള്ളൊരു ചേട്ടനാണ് പാടിയത്. ഈ പാട്ട് ഞാൻ കേട്ടിട്ടില്ല, പക്ഷേ ഈ കേക്ക് കാണുന്നവരാരെങ്കിലും ഈ പാട്ട് കേട്ടിട്ടുണ്ടാകും. സാധാരണ ഞാൻ ഈ പാട്ട് കൂടെ കഴിഞ്ഞിട്ട് അധികം സമയം ഞാൻ നിന്നില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ, ടാറ്റാ.